ഒരു ജനതയുടെ പിന്മുറക്കാരെന്ന് ഓർമ്മിപ്പിക്കാൻ വേങ്ങര നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹിന്ദുസ്ഥാൻ ഹമാര ഫ്രീഡം റാലി ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കുറ്റാലൂർ കലീജ് ഓഡിറ്റോറിയത്തിൽ നിന്നും തുടങ്ങി വേങ്ങരയിൽ സമാപിക്കുന്നു. സമാപനത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശം ടി മുഹമ്മദ് ബഷീർ എം പി കൈമാറും. സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ പാലക്കാട് സീകര ശിഹാബ് നിർവഹിക്കും. പിന്നെ ദേശീയ ഗാനത്തോടുകൂടി പരിപാടി സമാപിക്കും. അത്ര മാത്രമേ ഉള്ളൂ. അതുവരെ എല്ലാവരും ക്ഷമിച്ച് അച്ചടക്കം പാലിച്ചു നിൽക്കുക. പതാക ആരും തിരിച്ചു കൊടുക്കേണ്ടതില്ല. പതാക കയ്യിൽ തന്നെ കരുതണം. കാരണം എല്ലാവരും നിന്നതിന് ശേഷം പതാക ഉയർത്തേണ്ടതുണ്ട്. കാരണം ഇവിടെ ഫോട്ടോ സെഷൻ കൂടി നടക്കുകയാണല്ലോ. എല്ലാവരും അറ്റൻഷൻ ആയിട്ട് നിൽക്കുക. ഈ പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചേർന്ന് നിൽക്കണം. പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു ഭാഗത്ത് കൂടി നിൽക്കണ്ട. എല്ലാവരും കൃത്യമായി അകലവും ലെങ്ത്തൊക്കെ പാലിച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കയറി നിന്നാൽ നമ്മുടെ ഈ സംഗമം കുറെ കൂടി മനോഹരമാകും. ദേശഭക്തി ഗാനത്തോടു കൂടി നമ്മൾ ആരംഭം കുറിക്കും. നമ്മുടെ പരിപാടി ഇവിടെ ആമുഖം പറഞ്ഞുകൊണ്ട് സമാരംഭം കുറിക്കുകയാണ്. രാജ്യം 79ാമത് സ്വാതന്ത്ര്യ ദിനം ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് വേങ്ങര മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഇതുപോലെ ഫ്രീഡം റാലി ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് പ്രതികൂല സാഹചര്യമായിരുന്നു. എന്തായാലും നമ്മൾ നല്ല റാലി വൻ വിജയമായിരുന്നു. ആമുഖം പറയുമ്പം സ്വാതന്ത്ര്യ ആമുഖമായതുകൊണ്ട് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരസേനാനികൾ മുതൽ
1947 ഓഗസ്റ്റ് 15 രാജ്യം സ്വതന്ത്രമായതുവരെയുള്ള ഗാന്ധിജി അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ, പൂർവ്വസൂരികളെ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നാം ഭാരതീയർ നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ സംസ്കാരം. വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യ എന്ന വികാരം നമ്മെ ഒന്നിപ്പിക്കുന്നു. ഒന്നിച്ചു ചേർന്ന് പൊരുതി നേടിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. മഹാരഥന്മാരായ രാഷ്ട്രശില്പികൾ രൂപപ്പെടുത്തിയ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങൾക്കും എന്റെ രാജ്യത്തിന്റെ പുരോഗതിക്കും ഞാൻ നിലകൊള്ളുമെന്നും രാജ്യത്തിന്റെ മതേതരത്വ മൂല്യങ്ങൾക്കും ബഹുസ്വരതക്കും എതിരെ പ്രവർത്തിക്കുന്ന ചിത്രശക്തികൾക്ക് എതിരെ അവസാന ശ്വാസം വരെ ശക്തമായി നിലകൊള്ളുമെന്നും ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇന്ത്യ എന്ന വികാരം ഉയർത്തിപ്പിടിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. മുസ്ലിം ലീഗിൻ്റെ സമുദായ നേതാക്കൾ ഈ സ്വാതന്ത്ര്യ ദിന പരേഡിൽ വളരെ അഭിമാനപരസം പങ്കെടുക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാർ, രാജ്യം വീണ്ടും സ്വാതന്ത്ര്യ ദിന സ്മരണ പുതുക്കുകയാണ്. ലോകത്തെ ഏറ്റവും നല്ല രാജ്യമാണ് നമ്മുടെ രാജ്യം. ലോകത്തെ ഏറ്റവും നല്ല ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. നാം പിന്നിട്ട 10-79 വർഷം എന്ന് പറയുന്നത് ചെറിയൊരു കാലഘട്ടമല്ല. ലോകത്തിലെ പല രാജ്യങ്ങളും ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം പ്രാപിച്ച അല്ലെങ്കിൽ അതിനുശേഷം സ്വാതന്ത്ര്യം പ്രാപിച്ചവരുമായിട്ട് രാജ്യങ്ങൾ പലതും നമ്മുടെ രാഷ്ട്രീയ ഘടനയിൽ തന്നെ വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അവയിൽ പലതും അപ്രത്യക്ഷമായിപ്പോയി. ഇന്ത്യ ബാക്കി നിന്നു. പോറേൽക്കാതെ, അപകടം കൂടാതെ ലോകത്തിൽ ഇത്രയും വൈരുദ്ധ്യങ്ങളുമൊക്കെ ഉള്ള ഒരു രാജ്യം, ആ രാജ്യം പൊട്ടാതെ പടരാതെ നിന്നു. ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ഈ എല്ലാ പ്രതിസന്ധികളെയും മുറിച്ചു കടക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ സ്വാതന്ത്ര്യം വാങ്ങിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്നത്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പ്രസ്ഥാനം അത് തീർച്ചയായിട്ടും പാലിച്ചു പോന്ന നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസാ സിദ്ധാന്തം, ആ സിദ്ധാന്തം നമ്മുടെ ഏറ്റവും വലിയ കരുത്തായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വ്യക്തികൾ, അതിൽ നേതൃത്വം കൊടുത്ത നേതാക്കന്മാർ, അവർ വഹിച്ച നിസ്തുലമായ പങ്കിനെ നമുക്ക് അഭിവാദ്യം ചെയ്യാം. ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം പ്രാപിച്ച പല രാജ്യങ്ങളും ലോകഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലായ്മയായി പോയെങ്കിൽ ഇന്ത്യ ബാക്കി നിന്നത് ഇന്ത്യയുടെ ജനങ്ങളുടെ കൂട്ടായ്മകളാണ്. ആ കൂട്ടായ്മ ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള ഭരണഘടന നമുക്കുണ്ടായതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. അത് കാത്തു സൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം. ഓരോ പൗരനും ചിന്തിക്കേണ്ട കാര്യം, ആ ജനാധിപത്യ സംവിധാനം, ഭരണഘടനയിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതി, അതിൽ പോറലേൽക്കാതെ നിർത്താൻ എനിക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ്. എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നാലും ശരി, രാജ്യം തന്നെയാണ് വലുത്. ഈ ഭരണഘടനയാണ് വലുത്. അതിൻ്റെ സംരക്ഷകന്മാരാണ് നമ്മൾ ഓരോരുത്തർക്കും നിർവഹിക്കാനുള്ള പങ്ക്. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങളിൽ ഇന്ത്യ ഉറച്ചു നിന്നത് എന്തുകൊണ്ടാണ്? സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ലോകത്തിലെ പല രാജ്യങ്ങളും ജനാധിപത്യ ബദൽ ഉണ്ടാക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യ വിജയിച്ചത് അവിടെയാണ്. ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും അതിനുശേഷം വന്ന ഭരണകൂടവും, ആ ഭരണകൂടം നമുക്കുണ്ടാക്കി തന്ന ഭരണഘടനയും, ആ ഭരണഘടനയുടെ ജനങ്ങളെ കൂട്ടായി ഒരുമിച്ച് നിർത്തുന്ന ആ ശൈലിയുമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. നവഭാരത ശില്പികൾ, അന്ന് അധികാരം ഏറ്റെടുത്തവർ
രാജ്യത്തിന് കൊടുത്ത നേതൃത്വം ആ ഭരണഘടനയിലെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു എന്ന കാര്യവും നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇവിടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ നന്മ ചോർന്നു പോകാതെ നിലനിർത്തണം എന്നുള്ളതാണ്. ഭരണഘടനയുടെ നന്മ, ആ ബഹുസ്വരത നിലനിർത്തിക്കൊണ്ട് തന്നെ അത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്ന ചില ആ പ്രവണതകൾ തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടതാണ്. രാജ്യം ദുഃഖിക്കാൻ ഇടവരികയാണ്. ലോകത്തെ ഏറ്റവും നല്ല ഭരണഘടന 3 കൊല്ലം പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഡിബേറ്റ് നടത്തി നമ്മൾ ഉണ്ടാക്കിയ ഭരണഘടന 3 കൊല്ലം എന്ന് പറഞ്ഞാൽ 2, 3, 4 ദിവസം ബാക്കിയുള്ളൂ, അല്ലെങ്കിൽ 3 കൊല്ലം തികച്ചും. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭരണഘടന ഇന്ത്യൻ സാഹചര്യത്തിന് ഏറ്റവും പറ്റിയതാണ്. കാരണം ഇത്രയധികം ബഹുസ്വരതയുള്ള ഒരു നാടിന് അത്രയ്ക്ക് ഗൗരവമായി ചിന്തിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണകർത്താക്കൾ നമുക്ക് അത് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. നിർഭാഗ്യവശാൽ അതിൻ്റെ ഓരോ ഘടകത്തിനും മെല്ലെ മെല്ലെ ഒരു ഭംഗം വരികയാണ്, അതായത് ക്ഷണം വരികയാണ്. അത് ആരോഗ്യപരമായി നിലനിർത്തണം. ആരോഗ്യപരമായി നിലനിർത്തിയിട്ടില്ലെങ്കിൽ നാം നേടിയതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതിൻ്റെ പ്രധാന ഘടകങ്ങൾക്കെല്ലാം തന്നെ ക്ഷീണം പറ്റുന്നു എന്ന കാര്യം നമ്മൾ അറിയാതെ നിന്നിട്ട് കാര്യമില്ല. പാർലമെന്റിൽ അതിൻ്റെ ഘടകമാണ്, എക്സിക്യൂട്ടീവ് അതിൻ്റെ ഘടകമാണ്, ജുഡീഷ്യൽ അതിൻ്റെ ഘടകമാണ്. ഇതെല്ലാം തന്നെ അതിൻ്റെ ഘടകത്തിൽപ്പെട്ടതാണ്. നിർഭാഗ്യവശാൽ അതിനൊക്കെ തന്നെ ക്ഷതമേൽക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുവെന്നത് തിരിച്ചറിയാതെ കാര്യമില്ല. അപങ്കുരവ് നിലനിൽക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, പാർലമെന്ററി സമ്പ്രദായം ഏറ്റവും പ്രധാനമാണ്. നിർഭാഗ്യവശാൽ അത്തരം രംഗത്ത് നടക്കുന്നത് വളരെ ഖേദകരമായ കാര്യമാണ്. ലോകപ്രസിദ്ധമായ നിയമനിർമ്മാണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇന്ത്യൻ പാർലമെന്റ് ഇന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അത്യാവശ്യമായി നിർബന്ധമായും പ്രാണവായു പോലെ അനിവാര്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലുമുള്ള വൈമുഖ്യം കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ സഭ കഴിഞ്ഞ് പോരുകയാണ്, കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ 18-ാം തീയതി തുടങ്ങി 21-ാം തീയതി കൂടി സഭ ചേരുന്നുണ്ട്. എന്താണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഈ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ടുള്ള ഇലക്ട്രൽ റോൾ, അത് സംബന്ധിച്ച് ഇന്ത്യയിൽ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന സംഗതികൾ, രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ, ആ സത്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ ഇന്ത്യൻ പാർലമെന്റ് അരമണിക്കൂറെങ്കിലും വെക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിന് കൂട്ടാക്കിയിട്ടില്ല. എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? ആരെയും കുറ്റപ്പെടുത്താൻ മാത്രമല്ല, ജനാധിപത്യത്തിന്റെ കാലുകൾ തളരാതെ അഭംഗുരം നിലനിർത്താനുള്ള പ്രതിജ്ഞ വേണ്ടിയാണ് അത് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ അതിലേക്ക് വന്നില്ല, ഗവൺമെന്റ് ബൈപ്പാസ് ചെയ്യുകയാണ്. നിയമനിർമ്മാണങ്ങളുടെ കാര്യം മറ്റൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നാടിന്റെ നന്മ എന്ന് പറയുന്നത് ജനങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയാണ്, ഐശ്വര്യമാണത്. നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. അത് തകരാതെ സൂക്ഷിക്കേണ്ടതും രാജ്യത്തിന്റെ ബാധ്യതയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ജനങ്ങളെ പല തട്ടുകളിലേക്ക് കൊണ്ടുപോകുന്ന വിധത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്ന സമയത്ത് മിണ്ടാതിരുന്നിട്ട് അർത്ഥമില്ല. ഭാരതത്തിലെ പൗരന്മാരെന്നുള്ള നിലയിൽ ഇത്തരം തെറ്റായ പ്രവണതകൾക്ക് നേരെ വിരൽ ചൂണ്ടേണ്ടതുണ്ട്, സംരക്ഷിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള കൂട്ടായ്മയും ജനങ്ങളുടെ യോജിപ്പും സൗഹൃദവും മതേതരത്വവും ജനാധിപത്യവും ഒക്കെ തകരാതെ സൂക്ഷിക്കാനുള്ള ബാധ്യത ഈ കൂടി നിൽക്കുന്ന നമുക്കും ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കുമുണ്ട്. ആ പവിത്രമായ ദൗത്യം ഞങ്ങൾ പുതുക്കാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കും എന്ന പ്രതിജ്ഞയാണ് എനിക്ക് ശേഷം നമ്മുടെ നേതാക്കന്മാർ തങ്ങളടക്കമുള്ള ആളുകളുടെ ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മളെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മുടെ ഓരോ ശ്വാസത്തിലും, നമ്മുടെ ഓരോ ചിന്തയിലും, നമ്മുടെ ഓരോ കാൽവെപ്പിലും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ഈ രാജ്യത്തിൻ്റെ നന്മയും ജനങ്ങൾ തമ്മിലുള്ള സാഹോദര്യവും മതേതരത്വവും എല്ലാം നിലനിർത്തുക എന്നത് തന്നെയാണ് ഈ മഹത്തായ ദിനത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പാകെ നൽകുവാനുള്ള സന്ദേശം. ഈ ഘട്ടത്തിലൂടെ വന്ന് ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാക്കിയതിന് സംഘാടകരോട് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ സന്ദേശ പ്രസംഗം ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड़ उत्कल गंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गावे तव जय गाथा, जन गण मंगलदायक जय हे भारत भाग्य
എല്ലാവരും വൈറ്റുകാട് വളണ്ടിയേഴ്സിനെ ഏൽപ്പിക്കണം. യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ അത് കൈയോടെ ഏറ്റുവാങ്ങണം. ആരും എവിടെയും ചാരി വെക്കരുത്, കയ്യിൽ തന്നെ ഏൽപ്പിക്കണം ദേശീയ പതാക. അല്ല